പത്തനംതിട്ട CWC ചെയർപേഴ്സൺ എൻ രാജീവിനെതിരെ ഗുരുതര ആരോപണം. ക്ഷീര കർഷകരെ ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചെന്നും CPIM പ്രവർത്തകർക്കൊപ്പം ചേർന്ന് മർദ്ദിച്ചെന്നുമാണ് പരാതി. വള്ളംകുളം തേളൂർമല സ്വദേശി പ്രസാദനാണ് മർദ്ദനമേറ്റത്. വള്ളംകുളം ക്ഷീര കർഷക സംഘത്തിലെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഞങ്ങളുടെ മിൽമയിലെ ക്ഷീരസംഘത്തിലെ ഈ ഇൻസ്പെക്ഷൻ സംബന്ധിച്ച് ആറംഗ സംഘം കൂടുന്ന ഓഫീസർമാർ DO ഓഫീസിൽ നിന്നും ഡയറക്ടർ ഓഫീസിൽ നിന്നും പത്തനംതിട്ട ഇവിടെ നമ്മുടെ ഇവിടെ ക്ഷീരസംഘത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് തർക്കമായതിൻ്റെ പേരിൽ പ്രസിഡന്റ് CPMൻ്റെ ആൾക്കാരെ വിളിച്ചു വരുത്തി CWC ചെയർമാനായിരിക്കുന്ന അഡ്വക്കേറ്റ് രാജീവ് വരുകയും രാജീവും സംഘവും കൂടി എന്നെ മർദ്ദിക്കുകയും അവിടെ മുകളത്തെ നിലയിൽ നിന്ന് പിടിച്ച് താഴോട്ടിറക്കി വലിച്ചഴിക്കുകയും ചെയ്ത് എൻ്റെ ജാതിപ്പേര് പറഞ്ഞ് എന്നെ മർദ്ദിക്കുകയും ചെയ്ത് എനിക്കാണെങ്കിൽ ഒരു സർജറി കഴിഞ്ഞ് എൻ്റെ ശരീരത്തെ തൊടലെന്ന് പറഞ്ഞാണ്. അതൊന്നും അംഗീകരിക്കാതെ എന്നെ ശരിക്കും മർദ്ദിക്കുകയും തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരുവല്ല ഗവൺമെൻറ് ആശുപത്രി ചെന്നപ്പോൾ തിരുവല്ലയിൽ പറ്റത്തില്ല, പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകണം പറഞ്ഞ് ആ സർജറി ചെയ്ത ഭാഗത്താണ് രാജീവ് എന്നെ തൊഴിച്ചത്. ശ്രീരാജിന്റെ വിശദാംശങ്ങളുമായി. ശ്രീരാജ്, എന്താണ് സംഭവം? അതിര ഈ മർദ്ദനമേറ്റ വ്യക്തി വള്ളംകുളം ക്ഷീര കർഷക സംഘത്തിലെ ബോർഡ് മെമ്പറാണ്. അതുപോലെ തന്നെ വർഷങ്ങളായി അവിടെ പാലളക്കുന്ന ക്ഷീര കർഷകനാണ്. ഇദ്ദേഹവുമായി ഈ CWC ചെയർമാൻ എൻ രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു 10 അംഗ സംഘം തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും ജാതിപ്പേര് വിളിക്കുകയുമായിരുന്നു. ആ ക്ഷീര കർഷക സംഘത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഓഡിറ്റ് നടക്കുന്നില്ല എന്നായിരുന്നു ഈ മർദ്ദനമേറ്റ വ്യക്തി നമ്മളോട് പറഞ്ഞത്. തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ചെറിയ തർക്കമുണ്ടായി. അതുപോലെ തന്നെ ഓഡിറ്റ് നടക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് കുറേ കണക്കുകൾ എഴുതി ചേർക്കാനായി ഇവർ ശ്രമിച്ചു. അത് എതിർത്തതാണ് മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് മർദ്ദനമേറ്റ വ്യക്തി നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം ഒരു സർജറി ഉൾപ്പെടെ കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് എന്ന് കാര്യം പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും കേൾക്കാതെ ഈ എൻ രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള CWC ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് പരാതി. അതുപോലെ തന്നെ ഈ എൻ രാജീവ് CWC ചെയർപേഴ്സൺ അവിടുത്തെ ബോർഡ് മെമ്പറോ ആ ക്ഷീര കർഷക സംഘത്തിൻ്റെയോ ഭാഗമല്ല. പിന്നെ എന്തിനാണ് അദ്ദേഹം അവിടെ എത്തിയതെന്നും ഇദ്ദേഹം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇദ്ദേഹം അത്തരത്തിലുള്ള പരാതിയും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. മർദ്ദനമേറ്റ ഉടനെ ഇദ്ദേഹത്തെ തിരുവല്ലയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ ഈ സർജറി കഴിഞ്ഞ വ്യക്തി ആയതുകൊണ്ട് അവിടെ ചികിത്സ നൽകിയില്ല. അവർ പെട്ടെന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ അറിയിച്ചു. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ 2 ദിവസം അഡ്മിറ്റായി അദ്ദേഹം ചികിത്സ നടത്തി. തുടർന്ന് പോലീസിൽ പരാതി നൽകി കേസെടുത്തിട്ടുണ്ടെങ്കിലും പോലീസ് ഇദ്ദേഹത്തെ പിടികൂടാനോ എന്തെങ്കിലും നിയമ നടപടി സ്വീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. മർദ്ദനമേറ്റതിന് പിന്നാലെ ആശുപത്രിയിലെത്തി പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിൽ പോലും ഒരു തുടർ നടപടിയും ഉണ്ടാകുന്നില്ല. ഈ CWCയുടെ ചെയർപേഴ്സൺ എൻ രാജീവ് അദ്ദേഹം നാട്ടിലുണ്ട്. അദ്ദേഹം പൊതുമണ്ഡലങ്ങളിലും പൊതു കാര്യങ്ങളിലെല്ലാം നിരന്തരം ഇടപെടുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയമ നടപടി സ്വീകരിക്കാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് മർദ്ദനമേറ്റ വ്യക്തി നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവരെ ഒരു തവണ മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ച് തങ്ങൾ അങ്ങോട്ടേക്ക് മൊഴിയെടുക്കാനായി എത്തുന്നുണ്ട് എന്ന് അറിയിച്ചത്. എന്നാൽ പിന്നീട് തുടർന്ന് ഒരു തവണ പോലും മൊഴിയെടുക്കാൻ എത്തുകയോ ആശുപത്രിയിൽ നിന്നുള്ള മൊഴിയെടുപ്പല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ തുടർന്ന് ഉണ്ടാവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പോലീസിൻ്റെ ഒരു സംരക്ഷണം, വലിയ രീതിയിലുള്ള സംരക്ഷണം ഇവർക്കുണ്ടാകുന്നുണ്ട് എന്നാണ് മർദ്ദനമേറ്റ വ്യക്തി നമ്മളോട് പറയുന്നത്, പ്രസാദ് നമ്മളോട് പറയുന്നത്. ഈ മർദ്ദനമേറ്റ ഉടൻ തന്നെ ഇദ്ദേഹം മറ്റുള്ള ആളുകളെയെല്ലാം വിവരം അറിയിച്ചിരുന്നുവെങ്കിൽ പോലും ആരും അതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ലായിരുന്നു. അതുപോലെ ഈ എൻ രാജീവ് എന്ന് പറയുന്ന CPIMൻ്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉന്നത രാഷ്ട്രീയ ബന്ധം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടലോ നിയമ നടപടിയോ ഉണ്ടാകാത്തതിൻ്റെ കാരണമെന്നാണ് പ്രസാദ് ഇപ്പോൾ പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് ആ പരാതിയിൽ കൃത്യമായ നടപടി
നടപടി ഉണ്ടാകണം. CWC ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ മർദ്ദനവും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റവും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് പ്രസാദ് പറയുന്നത്. ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിച്ചു, അതുപോലെ തന്നെ വീട്ടിൽ പണിക്ക് നിൽക്കാൻ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. നിങ്ങളുടെ വല്യപ്പന്മാർ മുതൽ ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് നിന്നവരാണ്, നിങ്ങളൊന്നും ഇവിടെ വരാൻ പാടുള്ള ആളുകളല്ല തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു ഈ CWC ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു എന്നതാണ് ഇതിൽ ഏറെ ഗുരുതരമായ കാര്യം. അതുപോലെ തന്നെ നിയമ നടപടിയും ഇതിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ശരി, ശ്രീരാജാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.